നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. വളരെ സങ്കടത്തോടെ അയാൾ ഒരു കാര്യം പറഞ്ഞു. 1.5 വർഷമായിട്ട് അയാൾക്ക് തീരെ ഉദ്ധാരണം കിട്ടുന്നില്ല, നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിന് സാധിക്കുന്നില്ല എന്ന്. ഇയാൾ പറഞ്ഞത് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നീട് കുറേശ്ശെ ലൈംഗിക താല്പര്യം കുറഞ്ഞു വന്നു. പിന്നീട് തീരെ ഉദ്ധാരണം ലഭിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോ ഈ പറഞ്ഞ അവസ്ഥ ധാരാളം ചെറുപ്പക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഉദ്ധാരണക്കുറവ് മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ലൈംഗിക താല്പര്യം കുറഞ്ഞു വരുന്ന ആളുകൾക്ക് നമ്മൾ തുടക്കത്തിലെ മരുന്നുകൾ ഉള്ളിൽ കഴിക്കുകയും പുറത്ത് പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രയാസം മാറ്റിയെടുക്കാൻ സാധിക്കും. കൃത്യമായിട്ട് 41 ദിവസം ഞാൻ പറയുന്ന ഔഷധം നിങ്ങൾ ഉള്ളിൽ സേവിക്കുകയും രണ്ടാമത് പറയുന്ന തൈലം ജനനേന്ദ്രിയത്തിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഇനി എന്തൊക്കെ ഔഷധങ്ങളാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ട് ഉള്ളിൽ കഴിക്കേണ്ടത് നമ്മുടെ അമുക്കുരം നായക്കുറണ പൗഡറുമാണ്. അതായത് 1/2 ടീസ്പൂൺ അമുക്കുരം, അതായത് അശ്വഗന്ധ ചൂർണം, 1/2 ടീസ്പൂൺ നായക്കുറണം, അതിന് പരിപ്പ് പൊടിച്ചത്. ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്ത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് 1 ഗ്ലാസ് പാലിൽ ഇത് ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ച് അത് ഒറ്റ ഗ്ലാസ് ആക്കി വറ്റിക്കുക. അതിനുശേഷം ഇത് കുടിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് 41 ദിവസം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. രണ്ടാമത്, പുരുഷന്റെ ജനനേന്ദ്രിയത്തിലേക്കുള്ള ഞരമ്പുകൾക്ക് ബലക്ഷയം മൂലവും ഈ പറഞ്ഞ ഉദ്ധാരണ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന തൈലം ദിവസവും രാവിലെയും വൈകുന്നേരവും 20 മിനിറ്റ് പെനീസിലേക്ക് അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ തൈലത്തിന്റെ പ്രധാനപ്പെട്ട ചേരുവകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കുറുന്തോട്ടി വേര്, ആവണക്കൻ വേര്, അടപൊടിയൻ കിഴങ്ങ്, അമുക്കുരം, ശതാവരിക്കിഴങ്ങ്, നറുനീണ്ടി, പാല്, ചിറ്റമൃത് എന്നിങ്ങനെ തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ കുറുന്തോട്ടി തൈലമാണ് നമുക്കിവിടെ ഈ പറഞ്ഞ തൈലമായിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ട് കുറുന്തോട്ടി തൈലം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇതിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഫ്രീ ആകുന്ന പോലെ മറുപടി തരാം. ഒരിക്കലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യരുത്, വാട്സാപ്പ് മെസ്സേജ് മാത്രം അയക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.